നമസ്കാരം, ഞാൻ റഫ്ന. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. സീഫ് മാളിൽ നടന്ന സ്റ്റീൽ മാസ്റ്റേഴ്സ് ഗ്രാൻഡ് ഓപ്പണിംഗിൽ വ്യവസായ വാണിജ്യ മന്ത്രി അബ്ദുള്ള ബിൻ അദേൽ ഫക്കറോ പങ്കെടുത്തു. ബഹ്റൈനിലെ ഉപഭോക്താക്കൾക്ക് മികച്ച സേവനങ്ങളും ഉൽപ്പന്നങ്ങളും നൽകുന്ന വാണിജ്യ മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിനുള്ള ദേശീയ കമ്പനികളുടെ ശ്രമങ്ങളെ മന്ത്രി അഭിനന്ദിച്ചു. ബഹ്റൈനിലെ യുവജന സംരംഭങ്ങളുടെ പ്രാധാന്യവും ബഹ്റൈൻ സമ്പദ് വ്യവസ്ഥയിൽ കമ്പനികൾ നൽകുന്ന സംഭാവനകളും മന്ത്രി ഫക്കറോ വ്യക്തമാക്കി. ബിസിനസ് വളർച്ചയെ പിന്തുണയ്ക്കുന്നതിനും ആഗോള അംഗീകാരം നേടുന്നതിനുമുള്ള അവരുടെ നൂതനവും സുസ്ഥിരവുമായ സംരംഭകത്വ ശ്രമങ്ങളിൽ നിക്ഷേപം നടത്തുന്നതിന്റെ മൂല്യവും യോഗത്തിൽ വ്യക്തമാക്കി. ബഹ്റൈൻ പ്രവാസം അവസാനിപ്പിച്ച് ജോലി ആവശ്യാർത്ഥം സൗദിയിലേക്ക് പോകുന്ന OICC ഭാരവാഹികളായ ഹുസൈനും ഷംനക്കും OICC പാലക്കാട് ജില്ലാ കമ്മിറ്റി യാത്രയയപ്പ് നൽകി. കഴിഞ്ഞ 18 വർഷമായി ബഹ്റൈനിൽ ജോലി ചെയ്യുന്ന ഹുസൈനും ഷംനയും ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. കലാരംഗത്ത് ബഹ്റൈൻ OICCയുടെ മുഖം കൂടിയായിരുന്നു ഹുസൈനും കുടുംബവുമെന്ന് യോഗം അഭിപ്രായപ്പെട്ടു. ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സൽമാൻ അൽ ഫാരിസ് അധ്യക്ഷനായ ചടങ്ങിൽ ജില്ലാ ജനറൽ സെക്രട്ടറി നിസാർ കുന്നംകുളത്തിങ്ങൽ സ്വാഗതം ആശംസിച്ചു. OICC ആക്ടിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ, ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മനു മാത്യു, ട്രഷറർ ലത്തീഫ് ആയഞ്ചേരി, ജില്ലാ കമ്മിറ്റിയുടെ ചാർജ് വഹിക്കുന്ന ദേശീയ ജനറൽ സെക്രട്ടറി സുനിൽ ചെറിയാൻ, ഹുസൈൻ കൈക്കുളത്ത്, ഷംന ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. ഷാക്കിർ തൃത്താല നന്ദി പറഞ്ഞു. പ്രവാസി ലീഗൽ സെൽ കാനഡ കോർഡിനേറ്ററായി ബിജു ഫിലിപ്പ് നിയമിതനായി. നിരവധി വർഷങ്ങളായി വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്തു വരുന്ന ബിജു ഫിലിപ്പ് ഇപ്പോൾ കാനഡ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം. കാനഡയിലെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് സുപരിചിതനായ ബിജു കാനഡയിലെ കൊച്ചിൻ ക്ലബിന്റെ സജീവ പ്രവർത്തകരുമാണ്. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ബിജു ഫിലിപ്പ് 20 വർഷത്തിലേറെ ദുബായ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്നു. കോവിഡ് കാലത്തും മറ്റും പ്രശംസനീയമായ പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തിയാണ് ബിജുവെന്നും നിരവധി പ്രവാസികളുള്ള കാനഡയിൽ പ്രവാസി ലീഗൽ സെൽ പ്രവർത്തനം കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനും മറ്റും ഈ നിയമനം സഹായകരമാകുമെന്നും പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം പറഞ്ഞു. ലോകത്തെമ്പാടുമുള്ള പ്രവാസികളെ നിയമപരമായി ശാക്തീകരിക്കുകയെന്ന ലക്ഷ്യത്തോടെ 1.5 പതിറ്റാണ്ടുകളായി ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന സർക്കാരിതര സംഘടനയാണ് പ്രവാസി ലീഗൽ സെൽ. നിലവിൽ വിദേശ ജോലികളുടെ മറവിൽ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന മനുഷ്യക്കടത്തുകൾക്കിരയായ നിരവധി പ്രവാസികൾക്കാണ് ഇതിനോടകം പ്രവാസി ലീഗൽ സെല്ലിന്റെ നിയമപരമായ ഇടപെടലുകളിലൂടെ പ്രയോജനം ലഭിച്ചത്. വിദേശത്തേക്കുള്ള തൊഴിൽ തട്ടിപ്പുകൾ തടയാൻ കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച കേസിലും പ്രവാസി ലീഗൽ സെല്ലിന് അനുകൂല വിധി നേടാനായി. ഇതിന്റെ ഭാഗമായി കേരള സർക്കാർ നടപ്പിലാക്കിയ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. വിദേശ പഠനത്തിനായി പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാരിനുള്ള നിർദ്ദേശവും ലീഗൽ സെൽ നൽകിയ പൊതു താൽപര്യ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. പ്രവാസികളെ നിയമപരമായി ശാക്തീകരിക്കുന്നതിനായി കൂടുതൽ രാജ്യങ്ങളിലേക്ക് ലീഗൽ സെൽ പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്ന് പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ വക്താവും ബഹ്റൈൻ ചാപ്റ്റർ അധ്യക്ഷനുമായ സുധീർ തിരുനിലത്ത്, ദുബായ് ചാപ്റ്റർ അധ്യക്ഷൻ TN കൃഷ്ണകുമാർ, അബുദാബി ചാപ്റ്റർ അധ്യക്ഷൻ ജയപാൽ ചന്ദ്രസേനൻ, ഷാർജ അജ്മാൻ ചാപ്റ്റർ അധ്യക്ഷ ഹാജറാബി വലിയകത്ത്, UK ചാപ്റ്റർ അധ്യക്ഷ അഡ്വക്കേറ്റ് സോണിയ സണ്ണി എന്നിവർ പത്രക്കുറിപ്പിൽ അറിയിച്ചു. ഫ്രണ്ട്സ് അസോസിയേഷൻ ഓഫ് തിരുവല്ല 27ാമത് വാർഷികവും ക്രിസ്മസ് പുതുവത്സരാഘോഷവും 24/1/2025 വെള്ളി 6:30 അദാരി ഗാർഡനിലുള്ള ന്യൂ സീസൺ ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് R സനൽകുമാർ മുഖ്യ അതിഥിയായിരിക്കും. പ്രശസ്ത ഗായകരായ ഫാദർ സേവറിയോസ് തോമസ്, ശ്രീ സുമേഷ് ആയിരൂർ എന്നിവർ നടത്തുന്ന സംഗീത നിശയും ഉണ്ടായിരിക്കുന്നതാണ്. 1997 ഒരു പറ്റം യുവാക്കൾ ചേർന്ന് പരസ്പരം അറിയുവാനും സഹായിക്കാനുമായി രൂപീകരിച്ച തിരുവല്ലയെ സ്നേഹിക്കുന്നവരുടെ സംഘടനയാണ് FAT. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയാണ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് നയിക്കുന്നത്. തിരുവല്ലയിലെ സ്കൂളുകളിൽ കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണം മുതൽ വീട് നിർമ്മിച്ചു നൽകിയ ചാരിറ്റി പ്രവർത്തനം വരെ നടപ്പിലാക്കി കഴിഞ്ഞു. സിൽവർ ജൂബിലിക്ക് പ്രഖ്യാപിച്ച 25 കിഡ്നി രോഗികൾക്കുള്ള സൗജന്യ ഡയാലിസിസ് 1 വർഷം കൊണ്ട് പൂർത്തീകരിച്ചു. ഇക്കഴിഞ്ഞ വർഷവും അനവധി രോഗികൾക്ക് ഫാറ്റിന്റെ സഹായം എത്തിച്ചു നൽകുവാൻ സാധിച്ചു. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന 2 ഗായകരും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നവരാണ്. ഫാറ്റ് നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഉണ്ടാകണമെന്ന് ഇന്നു നടന്ന പത്രസമ്മേളനത്തിലൂടെ ഭാരവാഹികൾ അറിയിച്ചു.
FAT പ്രസിഡന്റ് ശ്രീ റോബി ജോർജ് അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ ശ്രീ മനോജ് ശങ്കരൻ, രക്ഷാധികാരികളായ ശ്രീ ശ്രീകുമാർ പടിയറ, ശ്രീ വർഗീസ് ഡാനിയൽ, ജനറൽ കൺവീനർ ശ്രീ ജെയിംസ് ഫിലിപ്പ്, പ്രോഗ്രാം കൺവീനർ ശ്രീ ബ്ലസൻ മാത്യു, ശ്രീ മാത്യു യോഹന്നാൻ, അഡ്വൈസറി ബോർഡ് അംഗങ്ങളായ ശ്രീ KG ദേവരാജ്, ശ്രീ VO എബ്രഹാം, ശ്രീ സജി ചെറിയാൻ, ട്രഷറർ ശ്രീ ജോബിൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീ ജോസഫ്, ശ്രീ നിതിൻ സോമരാജൻ എന്നിവർ പങ്കെടുത്തു. FAT ജനറൽ സെക്രട്ടറി ശ്രീ അനിൽ പാലിൽ സ്വാഗതവും ജോയിന്റ് കൺവീനർ ശ്രീ വിനോദ് കുമാർ നന്ദിയും പറഞ്ഞു. വിശുദ്ധ റമദാൻ നമ്മിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ റമദാനിലെ ചൈതന്യം ഏറ്റുവാങ്ങാൻ പാകത്തിൽ പ്രാർത്ഥന കൊണ്ട് നീയത്തുകൊണ്ടും ഹൃദയവിശുദ്ധിയോടെ റമദാനെ വരവേൽക്കാൻ വിശ്വാസികൾ ഒരുങ്ങണമെന്നും ഒരിക്കലും നമ്മെ ആരും ശ്രദ്ധിക്കാനില്ല എന്ന് തോന്നുന്ന സ്വകാര്യ നിമിഷങ്ങളിൽ പോലും മനസ്സ് പിശാചിന്റെ കൂടെ സഞ്ചരിക്കാതെ റബ്ബ് നിരന്തരം നമ്മെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവിലൂടെ ഹൃദയവിശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്നും SKSSF സംസ്ഥാന ഉപാധ്യക്ഷൻ സെയ്ദ് മുബഷിർ തങ്ങൾ ജമലുല്ലൈലി പറഞ്ഞു. സമസ്ത ബഹ്റൈൻ ഇസ്തിഖ്ബാൽ റമദാൻ ബഹുജന സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു തങ്ങൾ. സമസ്ത ബഹ്റൈൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ സെയ്ദ് പൂക്കോയ തങ്ങൾ ബഹുജന സംഗമം ഉദ്ഘാടനം ചെയ്തു. സമസ്ത വർക്കിംഗ് പ്രസിഡന്റ് VK കുഞ്ഞി മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. മുബഷിർ തങ്ങൾക്കുള്ള സമസ്ത ബഹ്റൈനിന്റെ ആദരം വിസ്ത് അണിയിച്ച് ഫക്രുദ്ദീൻ സെയ്ദ് പൂക്കോയ തങ്ങളും മൊമെന്റോ നൽകി ബഹ്റൈൻ സമസ്ത ട്രഷറർ SK നൌഷാദും നിർവഹിച്ചു. സമസ്ത ഏരിയ കമ്മിറ്റികളും ബഹ്റൈൻ റേഞ്ച് ജമിയത്തുൽ മുഅമ്മിലീനും SKSSF നേതാക്കളും തങ്ങൾക്ക് സ്നേഹാദരവുകൾ നൽകി. സമസ്ത ഓർഗനൈസിംഗ് സെക്രട്ടറി മജീദ് ചോലക്കോട്, SKSSF ജനറൽ സെക്രട്ടറി നവാസ് കുണ്ടറ തുടങ്ങിയവർ സംബന്ധിച്ചു. സംസ്ഥാന ബഹ്റൈൻ ജനറൽ സെക്രട്ടറി SM അബ്ദുൽ വാഹിദ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി KMS മൗലവി പറവണ്ണ നന്ദിയും പറഞ്ഞു. BMC ന്യൂസിൽ ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് സ്വാഗതം. OICC വനിതാ വിഭാഗം ദേശീയ സെക്രട്ടറി ഷംന ഹുസൈന് ബഹ്റൈൻ OICC വനിതാ വിഭാഗം ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ OICC ഓഫീസിൽ ചേർന്ന യോഗത്തിൽ വെച്ച് യാത്രയയപ്പ് നൽകി. ഉദ്യോഗാർത്ഥമാണ് ഷംന ഹുസൈനും കുടുംബവും സൗദി അറേബ്യയിലേക്ക് പോകുന്നത്. ഷംന ഹുസൈനും കുടുംബവും OICCക്കും വനിതാ വിഭാഗത്തിനും നൽകിയ സംഭാവനകൾ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഷംന ഹുസൈൻ നയിച്ച വിവിധ പ്രവർത്തനങ്ങൾ സംഘടനയെ കൂടുതൽ സജീവമാക്കി. വനിതാ വിഭാഗത്തിന്റെ വളർച്ചയ്ക്കും ശക്തിപ്പെടുത്തലിനും വലിയ പങ്കുവഹിച്ചു. അവരുടെ പ്രോത്സാഹനവും
നേതൃത്വവും കഴിവുകളും സംഘടനയിലെ മറ്റംഗങ്ങൾക്ക് പ്രചോദനമായി എന്ന് യോഗത്തിൽ പങ്കെടുത്ത നേതാക്കൾ അഭിപ്രായപ്പെട്ടു. OICC വനിതാ വിഭാഗം പ്രസിഡന്റ് മിനി റോയ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ OICC വനിതാ വിഭാഗം നേതാക്കളായ സെഫി നിസാർ, ഷീജ നടരാജൻ, ആനി അനു, ബ്രൈറ്റ് രാജൻ, ബിന്ദു റോയ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. 2 വർഷത്തെ ബഹ്റൈൻ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന ബഹ്റൈനിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകനും ഗൾഫ് മാധ്യമം ബ്യൂറോ ചീഫുമായ ബിനീഷ് തോമസിന് BMC യാത്രയയപ്പ് നൽകി. ബഹ്റൈൻ മീഡിയ സിറ്റി ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ യാത്രയയപ്പ് ചടങ്ങിൽ BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് ആശംസകൾ നേർന്നു സംസാരിക്കുകയും BMCയുടെ മൊമെന്റോ നൽകി ആദരിക്കുകയും ചെയ്തു. ബഹ്റൈനിലെ വാർത്തായിടങ്ങളിലെ നിറസാന്നിധ്യമായിരുന്നു ബിനീഷ് എന്നും അസോസിയേഷൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും വാർത്തകൾ തക്ക സമയത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഏറെ ശ്രദ്ധ പുലർത്തിയിരുന്നെന്നും അദ്ദേഹത്തിന്റെ തുടർന്നുള്ള മാധ്യമ പ്രവർത്തനത്തിൽ എല്ലാ ആശംസകൾ നേരുന്നുവെന്നും ഫ്രാൻസിസ് കൈതാരത്ത് പറഞ്ഞു. ബഹ്റൈൻ മീഡിയ സിറ്റി ഒരുക്കിയ ഊഷ്മളമായ യാത്രയയപ്പിന് ബിനീഷ് തോമസ് നന്ദി പറഞ്ഞു. ചടങ്ങിൽ BMC എക്സിക്യൂട്ടീവ് മാനേജർ ജെമി ജോൺ, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് അഭിജിത്ത് ജോസഫ്, സംഗീത അധ്യാപകൻ ഹരിപ്പാട് സുധീഷ്, രാജേഷ് പെരുങ്ങുഴി, BMC മിക്സ് മസാല അവതരിപ്പിക്കുവാനെത്തിയ ക്ലാസിക് കോഡ്സ് അംഗങ്ങളും പങ്കെടുത്തു. ബഹ്റൈനിലെ ആലപ്പുഴ ജില്ലക്കാരുടെ കൂട്ടായ്മയായ ആലപ്പുഴ പ്രവാസി അസോസിയേഷൻ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചു പോകുന്ന പ്രസിഡന്റ് ജെയ്സൺ കൂടാമ്പള്ളത്ത്, മുൻ പ്രസിഡന്റ് അനിൽ കായംകുളം, മുതിർന്ന അംഗവും പ്രോഗ്രാം കോർഡിനേറ്ററുമായിരുന്ന പ്രദീപ് നെടുമുടി എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. ആലപ്പുഴ ജില്ലക്കാരും അല്ലാത്തവരുമായ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് പ്രവാസികൾക്ക് സംഘടനയ്ക്ക് സാധിക്കുന്ന തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുവാൻ ഈ ഭാരവാഹികളുടെ കാലയളവിൽ കഴിഞ്ഞുവെന്ന് അഭിമാനത്തോടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കായി അസോസിയേഷനെ അർഹിക്കുന്ന കരങ്ങളിൽ ഏൽപ്പിച്ചാണ് ഇവരുടെ പടിയിറക്കം. APABയുടെ പുതിയ പ്രസിഡന്റ് ലിജോ പി ജോൺ കൈനട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി അനൂപ് പള്ളിപ്പാട് സ്വാഗതവും കലാകായിക വിഭാഗം കോർഡിനേറ്റർ ജുബിൻ ചെങ്ങന്നൂർ, വനിതാവേദി കോർഡിനേറ്റർ ആദിയ പ്രശാന്ത് എന്നിവർ ആശംസകളും നേർന്നു. ശബരിമല മകരവിളക്ക് തീർത്ഥാടനത്തിന് ഇന്ന് സമാപനം. ഹരിവരാസനം പാടി രാത്രി 11 മണിക്ക് നട അടച്ചതിനു ശേഷം മാളികപ്പുറത്ത് മണിമണ്ഡപത്തിന് മുൻപിൽ നടക്കുന്ന ഗുരുതിയോടെ തീർത്ഥാടനത്തിന് സമാപനമാകും. നാളെ പന്തളം രാജപ്രതിനിധിക്ക് മാത്രമാണ് ദർശനം. രാവിലെ 5:30 ഗണപതി ഹോമത്തിന് ശേഷം തിരുവാഭരണം അടക്കഘോഷയാത്ര പുറപ്പെടും. തുടർന്ന് രാജപ്രതിനിധിയുടെ ദർശനത്തിന് ശേഷം മേൽശാന്തി അയ്യപ്പ വിഗ്രഹത്തിൽ വിഭൂതി അഭിഷേകം നടത്തി ഹരിവരാസനം ചൊല്ലി നട അടയ്ക്കും. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം അയ്യപ്പന്റെ അനുഗ്രഹത്തോടെയും ഭക്തരുടെ നിറഞ്ഞ സംതൃപ്തിയോടെയുമാണ് സമാപിക്കുന്നതെന്ന് ശബരിമല മേൽശാന്തി S. അരുൺകുമാർ നമ്പൂതിരി പറഞ്ഞു. വളരെ ഭംഗിയായി തന്നെ മണ്ഡല മകരവിളക്ക് ഉത്സവങ്ങൾ നടന്നു. ഭക്തജനങ്ങളുടെ ഗംഗപ്രവാഹമായിരുന്നു ഈ തീർത്ഥാടന കാലത്ത് ഉണ്ടായത്. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തോടെ എല്ലാ ഭക്തർക്കും സംതൃപ്തമായ ദർശനം നടത്താൻ കഴിഞ്ഞു. സർക്കാരും ദേവസ്വം ബോർഡും വിവിധ വകുപ്പുകളും ജീവനക്കാരും പരിപൂർണ പിന്തുണ നൽകിയതിന്റെ ഫലമായാണ് മണ്ഡലകാലം മികച്ച രീതിയിൽ പൂർത്തിയാക്കാൻ സാധിച്ചതെന്നും മേൽശാന്തി പറഞ്ഞു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി. അടുത്ത 2 ദിവസങ്ങളിൽ തെക്കേ ഇന്ത്യയിൽ കിഴക്കൻ കാറ്റ് ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്തെ മലയോര മേഖലയിലും മധ്യ തെക്കൻ കേരളത്തിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇടിമിന്നലും കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത. കേരള, തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. അതേസമയം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സം ഏർപ്പെടുത്തിയിട്ടില്ല. ഈ വാർത്തയോടുകൂടി BMC ന്യൂസ് ലൈവിൽ മലയാള വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.